ഞാൻ ഉപ്പിട്ട് വേവിക്കാൻ വയ്ക്കാനുള്ളത്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊരു താളിപ്പ് ശരിയാക്കാനാണ്. അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ടു. പൊട്ടി വന്നതോടുകൂടി സവോള ഇട്ട് ഇതായി വന്നാലും നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നന്നായി വഴഞ്ഞ് കൊടുക്കാം. സവോള ഒരു ഇതായി വന്നുണ്ട്. നമുക്ക് എനിക്ക് പച്ചമുളക്, ഇഞ്ചി, വേപ്പിലയ്ക്ക് ഇടാം. വെളുത്തുള്ളി 2 ഇട്ടുണ്ട്. ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വേപ്പില, പിന്നെ 2-3-4 അല്ലി വെളുത്തുള്ളി ഇട്ടുണ്ട്. അതിൻ്റെ പച്ചമുളക് പോലെ വരെ ഇളക്കിയിട്ട് നമുക്കിതിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഞാൻ പൊടിച്ചത് ഒക്കെ കൂടിയിട്ട് ഇളക്കിയിട്ട് രണ്ട് തക്കാളി ഇട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളി വഴന്ന് വന്നപ്പോൾ ഞാനതിൽ ഉരുളക്കിഴങ്ങ് ഇട്ടു. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് എല്ലാം പാകമാണെന്ന് നോക്കാം. ഇതിൽ ഞാൻ ചേർത്തെന്ന് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ഞാൻ പൊടിച്ച് വെച്ചാണ് അങ്ങനെ ചേർത്ത്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. നല്ല കറിയായിട്ടുണ്ട്. ചെറിയൊരു മുട്ട അല്ലെങ്കിൽ മീൻ വറുത്തത ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വറുക്കാനുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ട് ആകുമ്പോൾ നല്ല കറിയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇടാം. 2 മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ഉഷാറ് കറിയായി. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് രാവിലെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.